എന്നിട്ട് എന്ത് ചെയ്തു? അതെയാ, ഇവിടെ നിന്ന് ഏത് ഭാഗത്ത്? ഇങ്ങോട്ടാണ്? അകത്തിയാണോ അത് എങ്ങോട്ടാണ്? എങ്ങനെയാണ്? ഇവിടെ ഈ ഭാഗത്ത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇതിൽ തിരിച്ചു ഇത് കാണിച്ച് ഇവിടെയാണോ വന്നത്? എന്നിട്ട് ആലുവയിൽ 4 വയസ്സുകാരിയായ ആ പെഞ്ചുകുഞ്ഞിനെ, ആ പൊന്നോമനെ എങ്ങനെയാണ് പുഴയിലിറങ്ങിട്ട് അമ്മ ഒരു കൂസലുമില്ലാതെ നടന്നു പോയത് എന്ന വളരെ വ്യക്തമാക്കുന്ന ഓഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഒരമ്മയ്ക്ക് എങ്ങനെ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ പുഴയിലേക്ക് വലിച്ചെറിയാൻ സാധിക്കും എന്നതിന്റെ ഏറ്റവും അറ്റത്തെ, ഏറ്റവും വളരെ പേടിപ്പിക്കുന്ന, വളരെ മോശമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആലുവയിലെ 4 വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞുകൊന്ന അമ്മയെ പോക്സോ കേസിൽ പ്രതിയായ പിതൃ സഹോദരനൊപ്പം ഇരുത്തി ഇന്ന് തന്നെ ചോദ്യം ചെയ്യുമെന്ന വിവരം പുറത്തുവരികയാണ്. കൊലപ്പെടുത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ 1 വർഷമായി പിതാവിന്റെ സഹോദരൻ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് കണ്ടെത്തൽ. ഇക്കാര്യം കുട്ടിയുടെ അമ്മ അറിഞ്ഞിരുന്നോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. അറിഞ്ഞിരുന്നു എന്ന് ഇയാളും അറിഞ്ഞിരുന്നില്ല എന്ന് അമ്മയും വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത്. തനിക്കറിയില്ല എന്ന അമ്മയും കുട്ടിയുടെ അമ്മ അറിഞ്ഞിട്ടില്ല പ്രതിയായ പിതൃ സഹോദരന് മൊഴി നൽകിയിട്ടുമുണ്ട്. എന്നാൽ പിതൃ സഹോദരൻ ആദ്യം മൊഴി നൽകിയത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് എന്റെ മകളെ നീ ഉപദ്രവിച്ചല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അടിച്ചു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ ഈ വാക്കുകൾക്കിടയിലെ വൈരുദ്ധ്യം എന്തുകൊണ്ടുണ്ടായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത്. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്, കൊലപാതകം നടത്തിയത് ഇയാളുടെ പ്രേരണ മൂലമാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ഇനി എന്തുകൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. പോക്സോ കേസിൽ പ്രതിയായ പിതൃ സഹോദരൻ നിലവിൽ റിമാൻഡിലാണുള്ളത്. ഇയാളെ ഇന്ന് ഉച്ചയോടുകൂടി കസ്റ്റഡി ലഭിക്കുമെന്ന് പ്രതീക്ഷയിലാണ് പോലീസ്. കേരള മനഃസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച എറണാകുളം 4 വയസ്സുകാരുടെ കൊലപാതകത്തിൽ അന്വേഷണം തുടരുകയാണ്. ഭർത്തൃ വീട്ടിലെ ഒറ്റപ്പെടലിനെ തുടർന്നാണ് മകളെ പുഴയിലെറിഞ്ഞത് എന്ന്, കൊലപ്പെടുത്തിയത് എന്നുമാണ് മൊഴി വരുന്നത്. ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായ വിവരം താൻ അറിഞ്ഞിരുന്നില്ല എന്നും യുവതി പോലീസിന് മൊഴി നൽകുകയാണ്. ഇന്നലെ എറണാകുളം ചെങ്ങമനാട് പോലീസ് യുവതിയുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആദ്യം മുഴിക്കുളം ജംഗ്ഷന് എത്തിച്ചു. കുഞ്ഞിനെ ഒക്കത്തെടുത്ത് 100 മീറ്റർ അകലെയുള്ള പാലത്തിലേക്ക് നടന്നുപോയത് വാഹനത്തിലിരുന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തുടർന്ന് പ്രതിയായ അമ്മയെ പാലത്തിലേക്ക് കൊണ്ടുവന്നു. പാലത്തിന്റെ നടുവിൽ വെച്ച് ചാലക്കുടി പുഴയിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് യുവതി പോലീസിനോട് ഒരു കൂസലുമില്ലാതെ വിശദീകരിക്കുകയാണ് ചെയ്തത്. ആ ശക്തമായ വെള്ളമുള്ള, നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ ചാലക്കുടി പുഴ കണ്ടാലേ സാധാരണ രീതി നമുക്കൊന്ന് ഭയം തോന്നും. എങ്ങനെ ഈ പിഞ്ചോമ്മനെ ആ പുഴയിലെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയാൻ ഇവർക്ക് ധൈര്യമുണ്ടായി? ഒന്ന് കൈ വിറച്ചിരുന്നില്ലേ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. കഴിഞ്ഞ ദിവസം തടിച്ചുകൂടിയ എല്ലാവരും ഈ അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീയെ തെറിവിളിക്കുകയും ചെരുപ്പൂരി എറിയുകയും കല്ലെറിയാനും ഒക്കെ തന്നെ സജ്ജരായി തയ്യാറായി നിൽക്കുകയായിരുന്നു. ഇനി ഇവരെ വിളിക്കാൻ തെറിയൊന്നുമില്ല എന്നാണ് അവിടെ തടിച്ചുകൂടിയ എല്ലാ സ്ത്രീകളും പറയുന്നത്. അവളെ ഇങ്ങ് വിട്ടേക്ക് സാറേ, ഞങ്ങൾ ഇഞ്ചിഞ്ചായി കൊന്നേക്കാം, ഞങ്ങൾ അവളെ എടുത്ത് പുഴയിൽ എറിഞ്ഞേക്കാം എന്നൊക്കെ തന്നെ ആക്രോശിക്കുന്ന നാട്ടുകാരെയാണ് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ തെളിവെടുപ്പിനിടയിൽ നടന്ന സംഭവ വികാസങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഈ അമ്മ എന്ന ഈ സ്ത്രീ കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഈ കുഞ്ഞിനെ പുറത്താക്കിയത്, അല്ലെങ്കിൽ പുറത്തേക്ക് ഈ പുഴയിലേക്ക് എറിഞ്ഞത് എന്നുള്ള ഓഡിയോ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് എന്ത് ചെയ്തു? അതെയാ, ഇവിടെ നിന്ന് ഏത് ഭാഗത്ത്? ഇങ്ങോട്ടാണ്? അകത്തിയാണോ അത് എങ്ങോട്ടാണ്? എങ്ങനെയാണ്? ഇവിടെ ഈ ഭാഗത്ത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇതിൽ തിരിച്ചു ഇത് കാണിച്ച് ഇവിടെയാണോ വന്നത്? എന്നിട്ട് അത്രയ്ക്ക് വിഷമം തോന്നിയോ? വിഷമുണ്ട്. ഒരു പെങ്കൊച്ചിനെ നമുക്ക് എന്താ അങ്ങനെ തോന്നിയേ? അടിച്ചിട്ടില്ലേ കാരണങ്ങളാണ് അവളെ. ഞാൻ പോയായിരുന്നു, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല അഭിപ്രായമായിരുന്നു. ഈ സംഭവം നടക്കണേപ്പാണ്ട് മുമ്പ് നല്ല അഭിപ്രായമായിരുന്നു. ഒരു മദ്യപിക്കില്ല, പുകവലിക്കില്ല, കൊച്ചിനെയും കൊണ്ട് പോയി പലഹാരം മേടിച്ചു പോകാൻ പോണു, തിരിച്ചു വന്നു. കൊച്ചിനെ കൊണ്ട് വേണമെങ്കിൽ വേറെ വല്ല പുറത്തോട്ട് പോകാൻ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകും. പുള്ളി പുറത്തോട്ട് പോകാണെങ്കിൽ 90% കൊച്ചുണ്ടാവും. പണിക്ക് പോകുമ്പോൾ മാത്രമാണ് കൊച്ചില്ലാത്തുള്ളൂ. ബാക്കി എല്ലാം പോയി കഴിഞ്ഞാലും കൊച്ചുണ്ടാവാറുണ്ട്. അങ്ങനെ രഹസ്യമായ സ്ഥലത്തോട്ടൊന്നും പോകില്ല. പുള്ളി പോകുന്നത് ഈ വണ്ടി കൊണ്ട് പോയി താഴെ ഒരു റോഡുണ്ട്, അവിടെ പോയി കൊച്ചു ഒച്ചപ്പാണ്ടാകും. വരുമ്പോഴത്തേക്കും സിംഗ വണ്ടി താഴെ പോകാമെന്ന് പറയും. അപ്പോൾ ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും, വീട്ടിൽ വരും. എന്നിട്ട് പിന്നെ കടയിൽ പോകാമെന്ന് പറയുമ്പോൾ കടയിലും പോകും. അല്ലാണ്ട് വേറെ അതിനകത്ത് ഈ വേറെ സ്ഥലത്തോട്ടൊന്നും പോകാറില്ല. അവൾക്ക് കൊച്ചിനെ സ്നേഹിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വന്നായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞു, എടാ നിൻ്റെ ഈ ഓവറായിട്ടുള്ള എപ്പോഴും കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നത് ആ പരിപാടി നിർത്ത്. കാരണം അവർക്ക് ഇട്ട് കൊടുക്കുക. നീ എന്തിനാ, നീ കൊച്ചിനെ അവർ കഴിഞ്ഞിട്ട് നീ ഉള്ളൂ. നീ ഓവറായിട്ട് ഈ കൊച്ചിനെ സ്നേഹിക്കണ്ട. ഈ പലഹാരം മേടിക്കില്ല, വേറെ അങ്ങനെ വേറെ ഉള്ള മറ്റുള്ള രീതിയിലൊന്നും അവ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊന്നും അന്നൊന്നും ആർക്കും സംശയമില്ല. നമ്മൾ സംശയിക്കുമല്ലോ,
കാരണം കൊച്ചച്ഛനാ അതേപോലെ സ്നേഹമുണ്ട്. ഇവനെ എന്താ പറയുക വേറെ ആരുമായിട്ട് കൂട്ടില്ല. ഈ പിള്ളേരായിട്ട് എന്നാൽ നിന്റെ പ്രായത്തിലുള്ള പിള്ളേരായിട്ട് കൂട്ടിവിടുക, അല്ലെങ്കിൽ നീ കൊച്ചു പിള്ളേരായിട്ട് മാത്രമാണ് കൂട്ടുള്ളൂ. പക്ഷേ ഈ സ്ത്രീ പറയുന്നത് മറ്റൊരു കഥയാണ്. ഒറ്റപ്പെട്ടതിലാണ് കുഞ്ഞിനെ കൊല്ലാനായി പ്രധാന കാരണമായി മാറിയത്. ഭർത്താവ് വേറെ കല്യാണം കഴിക്കാൻ ആലോചിച്ചിരുന്നു. രണ്ടാനമ്മയുടെ കൂടെ തന്റെ മകൾ വളരുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല, അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്നാണ് മൊഴി. എന്നാൽ ഭർത്താവിന്റെ സഹോദരൻ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് താൻ അറിഞ്ഞിട്ടില്ല എന്നും അവർ മൊഴി നൽകി. കുട്ടി മിക്കപ്പോഴും ഭർത്താവിന്റെ വീട്ടിലായിരുന്നു, ഇടയ്ക്ക് മാത്രമാണ് തന്റെ അടുത്തേക്ക് വന്നിരുന്നത് എന്നും കുട്ടിയുടെ അമ്മ പറയുന്നു. യുവതിയുടെ മൊഴി പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നും പോക്സോ കേസിൽ പ്രതിയായ ഭർത്താവിന്റെ സഹോദരനെ കൂടി ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടിയെ പീഡിപ്പിച്ച കൊച്ചച്ഛനെ 3 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൂവാറ്റുപുഴ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴി കൂടി പരിശോധിച്ച് ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. കുട്ടിയുടെ അച്ഛന്റെ അനുജനാണ് പ്രതി. മറ്റു കുട്ടികളെ പ്രതി പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം പ്രതിക്ക് പെൺകുട്ടികളായിട്ടുള്ള കുഞ്ഞുകുട്ടികളോട് വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു. എപ്പോഴും കുഞ്ഞുകുട്ടികളുമായി ഇടപഴകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പോലും മൊഴി നൽകിയിട്ടുണ്ട്. പ്രതിയുടെ ഇത്ര സ്വഭാവ വൈകൃതത്തിന്റെ സൂചനകൾ ഫോൺ പരിശോധിച്ചപ്പോൾ പോലീസിന് ലഭിച്ചിരുന്നു. കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ അമ്മ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കുട്ടിയെ പുഴയിൽ എറിഞ്ഞതായി കുറ്റസമ്മതം നടത്തിയെങ്കിലും കൊലപാതകത്തിനുള്ള കാരണങ്ങൾ അമ്മ ഇതുവരെയും വ്യക്തമായി പറയുന്നില്ല. ഈ സാഹചര്യത്തിൽ അമ്മയെയും പീഡന പ്രതിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ എന്തായിരിക്കാം ഇവർ തമ്മിൽ നടത്തുന്ന, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നോ, ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നൊരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. പഠിച്ച് കള്ളനും കള്ളിയും ആയതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇവർ ഈ കാര്യങ്ങൾ പോലീസിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നറിയില്ല. എന്തായാലും നിർണായകമാണ്. ഒരു കൊച്ചച്ഛന്റെ ഭാഗത്ത് നിന്നും ആ കുഞ്ഞ് ഈ ചെറുപ്രായത്തിൽ നിന്നും അനുഭവിക്കാൻ പാടില്ലാത്തത്ര വേദന അനുഭവിക്കുന്നു. സ്വന്തം അമ്മ ആ കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുന്നു. അങ്ങനെ ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ കുഞ്ഞ് അനുഭവിക്കേണ്ടി വന്ന, വളരെ ചെറുപ്രായത്തിൽ 3-4 വർഷത്തിനിടയിൽ ആ കുഞ്ഞ് അനുഭവിക്കേണ്ടി വന്ന ആ ദുഃഖവും ദുരന്തവും എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും പലരും പറയുന്നതനുസരിച്ച് പുഴയിൽ എറിഞ്ഞു കൊല്ലു സാറേ എന്ന് തന്നെ നമുക്കും പറയേണ്ടി വരും. പക്ഷേ നിയമം നമ്മുടെ മുന്നിലുണ്ട്. നിയമം കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് അങ്ങേയറ്റമെങ്കിലും വിശ്വസിക്കാം.